നമസ്കാരം. രാജ്യത്ത് മൂന്നാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അധികാരമാണ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത്. മൊത്തം 11 സംസ്ഥാനങ്ങളിലായി 93 സീറ്റുകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒരു സീറ്റിലെ തിരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ മാറ്റിവെച്ചതിനെ തുടർന്നാണ് മൂന്നാം ഘട്ടത്തിൽ അതും കൂടി ഉൾപ്പെടുത്തി നടത്താൻ പോകുന്നത്. ഇതും കൂടി ചേരുമ്പോൾ 12 സംസ്ഥാനങ്ങളിൽ നിന്നായി 94 സീറ്റുണ്ടാവും. മൂന്നാം ഘട്ടം കഴിയുന്നതോടെ 283 സീറ്റുകളിലെ തിരഞ്ഞെടുപ്പും പൂർത്തിയാകും. മൂന്നാം ഘട്ടം കഴിയുന്നതോടുകൂടി 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൂടി പൂർത്തിയാകും. ആസാം, ഛത്തീസ്ഗഡ്, ഗോവ, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ആണ് പൂർണ്ണമായും പൂർത്തിയാക്കാൻ പോകുന്നത്. ഗുജറാത്തിലെ സൂറത്തിൽ നേരത്തെ തന്നെ ബി.ജെ.പി എതിരില്ലാതെ വിജയം നേടിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രകടന പത്രിക തള്ളിയതിനെ തുടർന്നാണ് ബി.ജെ.പിക്ക് വിജയം നേടിയത്. 2019 കണക്കുകൾ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒട്ടും മുൻതൂക്കം ഈ സീറ്റുകളിൽ കാണാനാവില്ല. ആകെയുള്ള സീറ്റിൽ 75 എണ്ണത്തിലും NDA ആണ് വിജയിച്ചത്. ഇന്ത്യ സംഘം വിജയിച്ചതാകട്ടെ 8 സീറ്റിൽ മാത്രമാണ്. ബാക്കിയുള്ള 10 സീറ്റിൽ ശിവസേനയും NCPയും ബദ്രൂർ അജ്മലിന്റെ AIUDFും 2 സ്വതന്ത്രരും ചേർന്നാണ് വിജയിച്ചത്. ശിവസേനയ്ക്ക് 4ഉം NCPക്ക് 3ഉം സീറ്റുകളാണ് ലഭിച്ചത്. വോട്ട് ശതമാനത്തിലും വളരെയധികം മുന്നിലാണ് NDA. 51.8% വോട്ടാണ് ബി.ജെ.പി അഥവാ NDAക്ക് ലഭിച്ചത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് ആകെ ലഭിച്ചത് 31.9% വോട്ടും. 93-ൽ ബി.ജെ.പി മാത്രം വിജയിച്ചത് 71 സീറ്റുകളാണ്. അതായത് 93 സീറ്റിൽ 71 സീറ്റുകളിൽ ബി.ജെ.പി വിജയം കണ്ടു. കോൺഗ്രസ് 4 സീറ്റുകളുമായി വളരെ പിന്നിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 2 തവണത്തെ കണക്കുകളും പ്രതിപക്ഷത്തിന് ഒട്ടും സന്തോഷിക്കാവുന്നതല്ല. 2014-ൽ ഇതിൽ 68 സീറ്റുകളും NDA നേടിയതാണ്. ഇന്ത്യ സംഖ്യ പാർട്ടികൾ നേടിയത് വെറും 15 സീറ്റുകൾ മാത്രമാണ്. 11 സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും ലഭിച്ചു. മൂന്നാം ഘട്ടത്തിൽ മൊത്തം 1332 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ബി.ജെ.പിയാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറക്കിയത്. 82 പേരാണ് ബി.ജെ.പിയിൽ നിന്നും മത്സരിക്കുന്നത്. BSP 79 പേരെയും കോൺഗ്രസ് 68 സീറ്റുകളായി മത്സരിപ്പിക്കുന്നുണ്ട്. ഗുജറാത്തിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ഇവിടെ 266 പേർ മത്സര രംഗത്തുണ്ട്. മഹാരാഷ്ട്രയിലെ 11 സീറ്റിൽ 258 പേരും കർണാടകയിലെ 14 സീറ്റിൽ 227 പേരും മത്സരിക്കുന്നുണ്ട്. മൊത്തം 241 സ്ഥാനാർത്ഥികളാണ് ക്രിമിനൽ കേസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 67 പേർ മഹാരാഷ്ട്രയിലാണ്. കോൺഗ്രസിന്റെ 26 പേരാണ് ക്രിമിനൽ കേസ് നേരിടുന്നത്. ബി.ജെ.പിക്ക് അതിൽ 22 പേരുണ്ട്. 103 സ്വതന്ത്രരും ക്രിമിനൽ കേസ് നേരിടുന്ന കൂട്ടത്തിലുണ്ട്. ബി.ജെ.പി ദക്ഷിണ ഗോവ സ്ഥാനാർത്ഥി പല്ലവി ശ്രീനിവാസ് ദണബു ആണ് മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും സമ്പന്ന സ്ഥാനാർത്ഥി. 1136 കോടിയാണ് ഇവരുടെ ആസ്തി. ബി.ജെ.പിയുടെ ജ്യോതിരാദിത്യ സിന്ധു 424 കോടി ആസ്തിയുണ്ട്. കോൺഗ്രസിന്റെ ചരിത്രപതി ഷാജിക്ക് 342 കോടിയുടെ ആസ്തിയുണ്ട്. മൂന്നാം ഘട്ടത്തിൽ മൊത്തം 121 വനിതാ സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. മധ്യപ്രദേശിലെ ദിഗ്വിഷയിൽ നിന്ന് മത്സരിക്കുന്ന 84-കാരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുള്ള റഷീദാണ് മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും പ്രായമേറിയ സ്ഥാനാർത്ഥി എന്ന് ഇപ്പോൾ പറയാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിങ്ങിന് കുറവ് സംഭവിച്ചാലും ഒരു തരത്തിലും ബി.ജെ.പിക്ക് ഭയമുണ്ടാകില്ല എന്നത് വ്യക്തമാണ്. കാരണം മൂന്നാം ഘട്ടവും ബി.ജെ.പി തന്നെ അധികാരത്തിൽ വരും എന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും രാജ്യത്തിന് തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഭരണവികാരം ബി.ജെ.പിക്കില്ല. വോട്ട് കുറഞ്ഞാലും ബി.ജെ.പിക്ക് പേടിക്കേണ്ടതായ ഒരു കാര്യവുമില്ല എന്ന് വ്യക്തമാണ്.